എൻ്റെ ബുദ്ധ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ അലിപ്പാസ്റ്റ, അതിനുശേഷം പറയാം. ബുദ്ധ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ ഇസ്ലാമാണ്. അതായത് ക്യാൻസർ പിടിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ചെന്ന് അവിടെ പോയിരുന്ന് സംസാരിച്ച് വളരെ, അതായത് ഭക്തിയോടുകൂടി തന്നെയാണ് കേട്ടിരുന്നത്. പക്ഷെ ഭാര്യയാണെന്ന് തോന്നുന്നു താഴെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ആശുപത്രിയൊക്കെ വിട്ടു വരും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് പ്രാർത്ഥിച്ച് അവിടുന്ന് വന്നു. പക്ഷെ തിരിച്ച് 1 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി വന്നപ്പോൾ എന്നെ നോക്കുന്ന നോട്ടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിഷുവിനെ പോലെയുള്ളതോ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരാരോ ചെന്ന് പറഞ്ഞു കാണും, ഈ ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്ന ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾ അവരുടെ ശബ്ദമൊന്നും കേൾക്കരുത്. അപ്പോഴത്തെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്കും ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞിട്ടാണ് ജോലിയിൽ വന്നു. പക്ഷെ വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോഴത്തെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്ന് ബുദ്ധയ്ക്ക് അറിയാം ഏതാ യേശുവിനെ തള്ളിക്കളഞ്ഞു പോയതിന്റെ സ്ഥിതി എന്താണെന്ന്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അറിയാം അച്ഛൻ കുഞ്ഞ് പറഞ്ഞ വാക്കിനെ ബലകൽപ്പിക്കാത്തത് കൊണ്ടുള്ളത് എന്താണെന്നുള്ളത്. അതുകൊണ്ട് നിഷു ഇപ്പൊ മനസ്സിലാക്കത്തില്ല, പക്ഷെ ഒരു നാൾ നിഷുവും മനസ്സിലാക്കും സത്യം. ഞാൻ ഇന്നലത്തെ ആരാധനയിൽ ഞാൻ പറഞ്ഞിരുന്നു 2 വാക്ക്. ദൈവവചനം എത്ര സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വരെയാണ് അതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞത്. ഇനി ദൈവദാസന്മാര് സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ വായിച്ച് ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ള ബൈബിൾ വചനങ്ങളുടെ ചില മർമ്മങ്ങൾ, ദൈവം ചില മർമ്മങ്ങൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറയും. ഓക്കെ, അലി പാസ്റ്റർ സംസാരിച്ചോളൂ പാസ്റ്ററെ. അതുകൊണ്ട് ആരും നിഷുവിനെ ഉപദ്രവിക്കല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്തു? മുഹമ്മദ് മക്കയിൽ 13 വർഷക്കാലം അള്ളാഹുവിനെ പ്രസംഗിച്ചു. മുഹമ്മദ് സൗണ്ട് ഇച്ചിരി അല്പം കുറവാട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ആണോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇല്ല, ദൂരത്തുനിന്ന് കേൾക്കുന്ന ഒരു ഫീലിംഗ്. സ്പീക്കർ പാനലിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ താഴെ ഇരിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി ലോ ആയിരിക്കും. അതെയോ? ഇപ്പോഴോ? ഇല്ല ഇല്ല അൽപാസ്റ്റർ മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് നൂരാട്ടോ, ഹെഡ്ഫോൺ ഇല്ല, വെച്ചിട്ടുണ്ടെങ്കിൽ. മൈക്ക് വെച്ചില്ല, മൈക്ക് വെക്കാതെയാ. നമുക്ക് നല്ലപോലെ കേൾക്കാം കേട്ടോ, സംസാരിച്ചോളൂ. ആണോ? ഓക്കെ ഓക്കെ. അപ്പോ 13 വർഷക്കാലം മുഹമ്മദ് മക്കയില് പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നാ നമ്മൾ വായിക്കുന്നത്. ഈ 13 വർഷക്കാലം മക്കയില് പ്രസംഗിച്ചിട്ടും മുഹമ്മദിന് ഒരു പുരോഗതി ഒന്നും ഉണ്ടായില്ല. വല്ലാതെ ആൾക്കാരെ കിട്ടിയില്ല. മുഹമ്മദ് എന്ത് ചെയ്തു? എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ദുഃഖത്താൽ അങ്ങനെ മുമ്പോട്ട് പോയി എന്നാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെ ഒരു രക്ഷയുമില്ലാതെ മുഹമ്മദ് എന്ത് ചെയ്തു? മുഹമ്മദിനെ ആൾക്കാർ അവിടുന്ന് അടിച്ചോടിച്ചു. മുഹമ്മദിനോട് അന്നത്തെ കാലത്തുള്ള അറബികൾ ചോദിക്കുകയാണ്, നീ ഒരു പ്രവാചകനാണെങ്കിൽ നിന്റെ പ്രവാചകത്വം തെളിയിക്ക്. നീ ഒരു പ്രവാചകനാണെന്നല്ലോണല്ലോ പറയുന്നത്. അള്ളാഹു നിനക്ക് വെളിപ്പെട്ടു എന്ന് നീ സ്വയമായിട്ട് അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നീ അത്ഭുതങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത്? മനസ്സിലായോ? ഒരു അത്ഭുതം ചെയ്യാനായിട്ട് മുഹമ്മദിന് സാധിച്ചില്ല എന്നുള്ളത്.
ജനങ്ങളെല്ലാം തന്നെ മുഹമ്മദിനോട് നീ ഒരു അത്ഭുതം ചെയ്യ്, ഞങ്ങളത് വിശ്വസിക്കാം. മനസ്സിലായോ? നീ ഒരു അത്ഭുതം ചെയ്യാതെ ഞങ്ങൾ എങ്ങനെയാ അത് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെയുള്ളതായ അറബികള് മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത്. നീ ഒരു അത്ഭുതം ചെയ്യ, നീ അള്ളാഹു ആണ് നിന്നെ അയച്ചതെന്ന്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാണ് ഈ പ്രവാചകത്വമെങ്കില് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പ്രവാചകത്വം ഒന്ന് തെളിയിക്ക്. തെളിയിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം, അല്ലാത്തടത്തോളം ഞങ്ങൾക്ക് നിന്നെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല എന്നെന്ത് ചെയ്തു? അറബികൾ ആവശ്യപ്പെട്ടു. പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ മുഹമ്മദിന് എന്ത് ചെയ്തില്ല? ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് താൻ ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കാൻ മുഹമ്മദിന് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. മുഹമ്മദ് അതിൽ പരാജയപ്പെട്ടു. ചെറിയ പരാജയം എന്നല്ല, വലിയ പരാജയമാണ് മുഹമ്മദിന് സംഭവിച്ചത്. തന്റെ പ്രവാചകത്വം പോലും തെളിയിക്കാൻ പറ്റാത്ത ഒരു നിർഗുണനായ ഒരു മുഹമ്മദിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇസ്ലാം മതം നമ്മളെ പഠിക്കുമ്പോഴ് എന്തിനു വേണ്ടിയാണ് മുഹമ്മദ് ഇസ്ലാം എന്ന മതം ഉണ്ടാക്കിയത് എന്ന് ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ, ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്റെ ജഡീക ആസക്തി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആനും മറ്റു ഇസ്ലാമിക ഗ്രന്ഥങ്ങളും നമ്മളത് വ്യക്തമായി വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഖുർആൻ വാക്യമാണല്ലോ 33:50 തന്നെ. അവിടെ നമ്മൾ വ്യക്തമായി വായിക്കുന്നത്, നബിയെ നീ വിവാഹമൂല്യം നൽകിയ നിന്റെ പത്നിമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. ഒന്ന്, യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തിയവര്. മനസ്സിലായോ? സ്വന്തം ഭാര്യമാര് വേറെ ഒന്ന്, സ്വന്തം ഭാര്യമാര് രണ്ടാമത്, യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തിയവര്, അത് അടിമ സ്ത്രീകളാ. മൂന്നാമതായിട്ട് പിതൃപുത്രിമാര്. ആരാണൊക്കെ അറിയാലോ? പിതൃപുത്രിമാർ ആരാണെന്ന് നമുക്കറിയാമല്ലോ. പിതൃ സഹോദരി പുത്രിമാര്, മാതൃ സഹോദരി പുത്രിമാര്, മാതൃ സഹോദര പുത്രിമാര്, ഇവരെ നിനക്ക് വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. ഏഴാമത്തത്, സത്യവിശ്വാസിയായ ഒരു സ്ത്രീ സ്വദേഹം പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനും വിരോധമില്ല. മനസ്സിലായോ? മറ്റാർക്കും അനുവാദം ഇല്ല. വേറെ സാധാരണ ഒരു മുസ്ലിമിന് അനുവാദമില്ല. എന്നാൽ മുഹമ്മദിന് അനുവാദമുണ്ട്. മുഹമ്മദിനെ വിവാഹം കഴിക്കാം എന്നാണ് ഖുർആൻ പറയുന്നത്. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രം ബാധകമായ കാര്യങ്ങൾ അവരുടെ ഭാര്യമാരുടെ അടിമകളുടെയും കാര്യത്തിൽ നാം നിയമമാക്കി കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. നിനക്ക് ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ. കാരണം അള്ളാഹുവിന് നിർബന്ധമുണ്ടായിരുന്നു മുഹമ്മദിന് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടുന്ന അത്രമാത്രം നിർബന്ധം അള്ളാഹുവിനുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഖുർആനിൽ അതാണ് കാണുന്നത്. മുഹമ്മദിന് ജീവകാലത്ത് ഏകദേശം 61-ലധികം സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധം, 11, 10 എന്നൊക്കെ പറയും, 9 എന്നൊക്കെ മുസ്ലിങ്ങൾ പറയും. എന്നാൽ
പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ആ കാലത്ത് തന്നെ ഏകദേശം 61 സ്ത്രീകളുമായി രമിച്ചിട്ടുണ്ടെന്നാണ്. 19 എണ്ണത്തിനെ വിവാഹം ചെയ്ത് ഭോഗിച്ചു. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ സെബാസ്റ്റ്യൻ പുന്നക്കല് ആ 19 എണ്ണത്തിന്റെ വ്യക്തമായ കണക്കുകൾ അവതരിപ്പിച്ചതായിട്ട് നമ്മൾ അറിയാം. ആ 19 സ്ത്രീകളെ ആരൊക്കെയാണെന്നൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം പാസ്റ്ററെ, കേൾക്കാം. കേൾക്കാം. ഓക്കെ. അപ്പൊ ഈ 61 സ്ത്രീകളിലെ 19 എണ്ണത്തെ വിവാഹം കഴിച്ചു എന്ന് ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ സെബാസ്റ്റ്യൻ പുന്നക്കൽ അക്കമിട്ട് കൊണ്ട് ഗ്രന്ഥം വരെ തെളിയിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അതിലെ 4 എണ്ണത്തിന് ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്ത് ഇവർക്ക് പുറമെ സ്ഥിരം ലൈംഗിക അടിമകള്, ശരീരം മുഹമ്മദിന് ലൈംഗികതയ്ക്ക് ദാനം ചെയ്ത സ്ത്രീകള് ബാക്കിയുള്ളവർ. അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. മാനവരിൽ മഹോന്നതനായ മുഹമ്മദിന്റെ ഭാര്യമാര് എടുത്ത് നമ്മൾക്കൊന്നൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് ഖദീജ, ആയിഷ, സൗദ, ഉമറിന്റെ മകൾ ഹഫ്സ, സൈനബ, അറബി ഗോത്ര വനിത ഉമ്മു സൽമ, സൈനബ, സയ്യിദിന്റെ ഭാര്യ സൈനബ, ജുവൈരിയ, ഉമ്മു ഹബീബ, റംലാബി, സഫിയ, മൈമൂന, ഇങ്ങനെ ആ പേരുകൾ എങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ വെപ്പാട്ടികളായിട്ട് മാറ്റിയത് മാരിയത്തുൽ ഗിബ്തിയ, റൈഹാന, സുലൈക്ക, സൽമ, ഉമ്മ റാഹി, ഉമ്മു ഐമൻ, ഉമൈമത്ത്, ഗൾറത്ത്, റളുവ, ബൈസർ, മൈമൂനത്ത്, ഉമ്മു ഹിയാസ്, സഹീബത്ത്, അങ്ങനെ 44 എണ്ണത്തെ കണക്ക് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് KB മുഹമ്മദ്, സെയ്ദ് മുഹമ്മദ് സന്മാർഗവും സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് അക്കമിട്ടുകൊണ്ട് അദ്ദേഹം നിരത്തിയതായ ചില കണക്കുകളാണ്. ഇതല്ലേ? അതുപോലെ തന്നെ മുഹമ്മദ് അവതരിച്ചതായ സ്വർഗം, ഇവിടെ ഏകദേശം 61ഓളം സ്ത്രീകള്, അതിൽ 4 എണ്ണം സാധാരണ ഉള്ളതായ വിശ്വാസികൾക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. മറ്റവർക്ക് മുഹമ്മദിന് എത്ര വേണമെങ്കിലും ആകാം. മനസ്സിലായോ? എന്നാൽ മരണശേഷം എന്താണ്? ഒരു 5 സ്റ്റാർ വേശ്യാലയം തന്നെ മുഹമ്മദ് സാധാരണ വിശ്വാസികൾക്ക് അങ്ങ് അനുവദിച്ചു. ഒരു 5 സ്റ്റാർ വേശ്യാലയത്തിൽ എന്തെല്ലാം കിട്ടുമോ അതെല്ലാം സ്വർഗത്തിൽ ചെന്നാൽ അവിടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആത്മീയ ചിന്തയാണ് ബൈബിളിലെ സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ജഡീകമായ കാര്യങ്ങളേ ഉള്ളൂ. ഇസ്ലാമിലെ സ്വർഗത്തില് തികച്ചും ജഡീകം. എന്നാൽ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ സ്വർഗത്തിൽ എന്താണ്? അവിടെ വിവാഹമില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതായിട്ട് നമുക്കറിയാം. അവിടെ ജഡീകതമില്ല, ആത്മീക മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളെ അവിടെ കാണുന്നത്. സ്വർഗത്തിലെ അവസ്ഥ എന്താ? 78:32 അവർക്ക് സ്വർഗത്തോപ്പുകളും മുന്തിരി കുലകളുമുണ്ട്. സൂറ 78:32. മനസ്സിലായോ? സൂറ 78:33 വകവാഇബ അത്രബ. അത് നമ്മൾക്ക് ഇവിടെ വിശദീകരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. മനസ്സിലായ? തുടുത്തമാറിടമുള്ള തുല്യവയസ്കരായ തരുണിമണികൾ. അയ്യോ, എന്താ സ്വർഗത്തിന്റെ 72 ഹൂറിമാര് എങ്ങനെയുള്ളവരാ? അതൊന്ന് വിശദീകരിക്കാൻ പോലും
പറ്റാത്തതായ ഒരു അനുഭവമാണ്. മനസ്സിലായോ? ആ രീതിയില് ഉള്ള ഒരു സ്വർഗം ആണ് ഇസ്ലാമില് നമുക്ക് കാണാൻ പറ്റുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു സ്വർഗം അല്ല. അവിടെ അത്രമാത്രം ഭീകരമായ ഒരു സ്വർഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 78:33 എല്ലാവർക്കും ഒന്ന് ഖുർആൻ എടുത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. തുടുത്തമാറിടമുള്ള. പിന്നെ മുഹമ്മദ് പറഞ്ഞ നിങ്ങൾക്കാണെങ്കിൽ പിന്നിലൂടെ മുന്നിലൂടെ ഒക്കെ ചെയ്യാം, യാതൊരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാനൊരു വീഡിയോ കേൾപ്പിക്കുന്നു. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. ഇഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. ഖവാഇബ, അത്റാബ, സമപ്രായക്കാരികളായ സഹോദരിമാർ. ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. വഹൂറുൻ നഈൻ, ഹൂറുല്ലിങ്ങളുണ്ട്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സ്വർഗീയ തരുണിമണികള്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു. ഹൂറുലിങ്ങളെ കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞ ഖവാഇബ അത്റാബ എന്ന് പറഞ്ഞത്? അല്ല, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമാണ്. കാരണം സ്വർഗീയ പെണ്ണുങ്ങളെ ഒറ്റ വാക്കിൽ പരാമർശിക്കുന്നിടത്ത്, ഹൂറുലിങ്ങൾ എന്ന് പ്രത്യേകം പറയാതെ ഒറ്റ വാക്കിൽ പരാമർശിക്കുന്നിടത്ത്, അവിടെ സ്വർഗത്തിലെ പെണ്ണുങ്ങള് ഹൂറുലിങ്ങൾ മാത്രമല്ല, ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ എത്തിപ്പെട്ട പെണ്ണുങ്ങള് ഹൂറുലിങ്ങളെക്കാൾ സുന്ദരികളും ഇടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച. അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും. ഖവാഇബ അത്റാബ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്ന് മരിച്ചുപോയ പെണ്ണൊരു പക്ഷേ 90-ാമത്തെ വയസ്സിലായിരിക്കും ഫാത്തിമ താത്ത വിടുന്ന് മരിച്ചുപോയത്. പക്ഷെ അവിടെ എത്തുമ്പോ 90 വയസ്സായിട്ടാണോ? അല്ല. സ്തനങ്ങളൊന്നും ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല, മുതുക് വളഞ്ഞിട്ടില്ല, പല്ല് വീണുപോയിട്ടില്ല. ആ ഓമനത്വം തുളുമ്പുന്ന മുഖവും ശരീരവുമായിട്ട് ആ പഴയ ഫാത്തിമക്കുട്ടി. അപ്പോ ഇതൊക്കെ മുഹമ്മദിന്റെ അനുഭവമായിരുന്നു. നമുക്കതറിയാം, മുഹമ്മദിന്റെ അനുഭവങ്ങളുണ്ടായിരുന്നു. കാരണം മുഹമ്മദ് ആദ്യം വിവാഹം കഴിച്ചത് ഖദീജയെ വിവാഹം കഴിച്ച് അത് 4 വിവാഹമോ 3 4 വിവാഹം കഴിച്ച് വിധവയായ ഒരു സ്ത്രീയായിരുന്നു. 40-ലധികം വയസ്സ് പ്രായമുള്ള. അപ്പോൾ 3 4 ഭർത്താക്കന്മാരോട് കൂടെയൊക്കെ ജീവിച്ച വ്യക്തി. അവളുടെ മാറിടം നിറഞ്ഞ ഒടിഞ്ഞു തൂങ്ങിയതായിരിക്കും. അപ്പൊ പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി. കാരണം മുഹമ്മദ് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നമുക്കറിയാലോ. മുഹമ്മദിനെ അന്ന് വിളിച്ചിരുന്നത് കുന്നിൻചെരുവിലെ ഈന്തപ്പനാന്നുള്ളത്. അങ്ങനെ ഈ കുന്നിൻചെരുവിലെ ഈന്തപ്പന അവിഹിത സന്തതിയായ മുഹമ്മദിനെ നാട്ടുകാര് വിളിച്ച് മുഹമ്മദിനെ അത് സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ അത് മറക്കാനായിട്ട് മുഹമ്മദ് എന്ത് ചെയ്തു? പണത്തിന് വേണ്ടിയും പ്രതാപത്തിന് വേണ്ടിയും അതുപോലെ തന്നെ
മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ ചീത്തപ്പേര് മാറിക്കിട്ടാനും ഖദീജ ആ കുലത്തിലെ ഒരു ഉന്നതമായ ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഖദീജ വിവാഹം കഴിച്ചാൽ ചീത്തപ്പേരൊക്കെ മാറിക്കിട്ടുമല്ലോ എന്ന് മുഹമ്മദ് മനസ്സിലാക്കി. അങ്ങനെ ഖദീജയെ മുഹമ്മദ് വിവാഹം കഴിച്ചു. അപ്പൊ ഒടിഞ്ഞു തൂങ്ങിയത് അതിന്റെ മേലെ കളിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് മുഹമ്മദിനുണ്ടായി. എങ്കിലും നിവൃത്തിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഖദീജ മരിക്കുന്നത് വരെ മുഹമ്മദ് വേറെ കല്യാണം കഴിച്ചില്ല. അതെല്ലാം സഹിച്ചും കൊണ്ട് അങ്ങനെ നിന്നു മുഹമ്മദ്. അത് കഴിഞ്ഞ് ഖദീജ മരിച്ചോടുകൂടെ മാറിടം ഒടിഞ്ഞു തൂങ്ങാത്ത, മാറിടം കിളിക്കാത്ത ഒരു പെണ്ണിനെ എന്ത് ചെയ്തു? ആയിഷാമ്മയെ, ആയിഷാമ്മയെ കല്യാണം കഴിച്ചു. അപ്പൊ അതിന്റെ 78-ന്റെ 33-ലാണ് മുഹമ്മദ് മൊല്ലാക്ക വിശദീകരിച്ചു തന്നത്. കാരണം അത് തന്റെ അനുഭവമായിരുന്നു, മുഹമ്മദിന്റെ അനുഭവം. അങ്ങനെ ആ അനുഭവം എന്ത് ചെയ്തു? അത് പാലിച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി മുഹമ്മദ്. പിന്നീട് മുഹമ്മദ് കെട്ടിയ പെണ്ണുങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 17, 18 ഖൈബറിൽ നിന്ന് കൊണ്ടുവന്ന പെണ്ണ്, അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ 17, 18. മുഹമ്മദ് ആരോടും കല്യാണം കഴിക്കാൻ പറഞ്ഞാലും പറയും നിങ്ങൾ കൊച്ചു കുട്ടികളെ കല്യാണം കഴിക്കാവൂ, അവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ ഉള്ള ചിന്തകളാണ് മുഹമ്മദ് എന്ത് ചെയ്ത് പിന്നീട് മുമ്പോട്ട് വെച്ചത്. ഇതിലായോ? പിന്നെ 78, 34 അവിടെ എന്താ ചെയ്യുന്നത്? നിറഞ്ഞ കോപ്പകൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു വീഡിയോ കൂടെ കേൾപ്പിക്കാം. ഇന്നലെ രാത്രി എന്റെ വാഹനം ഓടിച്ചത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പിൻഭാഗത്തുകൂടെ ആയിരുന്നു ഞാൻ എന്റെ വാഹനം ഇന്നലെ ഓടിച്ചത്. അല്ലാഹുവിന്റെ റസൂല് ഒന്നും മിണ്ടിയില്ല. നിയമം പറയട്ടെ, അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ മിണ്ടാതിരുന്നു. പെട്ടെന്ന് വഴി ഇറങ്ങും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ മുഹമ്മദിന് പെട്ടെന്ന് വഴി ഇറക്കി കൊടുക്കാവുന്നുള്ളതാണ്. നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തു കൊള്ളുക. കിടത്തിയോ, തിരിച്ചു കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, മലർത്തി കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, മുൻഭാഗത്തു കൂടിയോ, മലദ്വാര. അപ്പൊ കേട്ടല്ലോ. അപ്പൊ ഇത് ഒരു ജഡീകമായ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങള് പറയാനായിട്ട് പറ്റുമായിരിക്കും. മുഹമ്മദിനല്ലാതെ മറ്റാർക്കും അത് പറയാൻ പറ്റത്തില്ല. മുഹമ്മദ് എഴുതി കൊടുത്ത് മുഹമ്മദിനും മുഹമ്മദിന്റെ അനുയായികൾക്കും മാത്രമേ ഇങ്ങനെയൊക്കെയുള്ളതായ ചിന്തകൾ വരികയുള്ളൂ. സാധാരണക്കാർക്ക് പറയാനായിട്ട് പറ്റുകയില്ല. ഒരു ആത്മീയ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റൂ? അതും പരസ്യമായിട്ടൊക്കെ. ഒരു പള്ളിയിൽ ഇതുപോലെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അച്ഛനോ അല്ലെങ്കിൽ ആ പാസ്റ്റർക്കോ പിന്നെ ആ പള്ളിയിൽ പ്രസംഗിക്കാൻ പറ്റില്ല. പക്ഷെ ഈ മുഹമ്മദിന് അനുയായിയായ ഈ മുല്ലാക്ക് എന്താ പ്രസംഗിക്കുന്നത്? പരസ്യമായിട്ട് മൈക്ക് കെട്ടിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഒരു ജഡീകമാണ്, പൈശാചിക മതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കാൻ വഴിയില്ല. മനസ്സിലായോ? സംശയിക്കാൻ യാതൊരു വഴിയുമില്ല എന്നുള്ളതാണ്. വേറെ ഒരു കാര്യം, സ്ത്രീകളെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ വേദനയെടുത്ത് കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇതല്ലേ, ഇത് തന്നെയല്ലേ വാസ്തവത്തില് ഒരു പൈശാചികം എന്ന് പറയുന്നത്? നമുക്കിത് ദൈവികമായി അംഗീകരിക്കാൻ പറ്റുമോ? ഒരു രീതിയിലും ഒരു 10 മാസം ചുമന്ന് പ്രസവിക്കാനായിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി തിയേറ്ററിൽ കടത്തിയിരിക്കുന്ന പെണ്ണ്, പ്രസവിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രസവ വേദന എടുത്ത് നിലവിളിക്കുന്നതായ ഈ സ്ത്രീ അപ്പൊ തോന്നുകയാണ് ഭർത്താവിന്, എനിക്ക് ഇപ്പോ അവന്റെ സുനെഴുന്നേൽ ഇപ്പൊ എന്റെ ഭാര്യ അടുത്തേക്ക് പോയി ഇന്ന് പരിപാടി നടത്തണം എന്ന് പറഞ്ഞാൽ അവള് പ്രസവ വേദന എടുത്ത് മരിക്കുന്നുണ്ടോ, അവള് വേദന അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല, പ്രവാചകന് പ്രശ്നമല്ല. അപ്പൊ എന്ത് ചെയ്യണം? നീ ഒരുങ്ങി അവന് വേണ്ടി എന്ത് ചെയ്യുന്ന കടന്നു കൊടുക്കണം. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നല്ല, മൊല്ലാക്കന്മാരുടെ പ്രസംഗമാണ്. ഇതിലെവിടെയാണ് പ്രിയമുള്ളവരെ ദൈവീകമുള്ളത്? 10 മാസം കഴിഞ്ഞ് പ്രസവിക്കാൻ
തിയേറ്ററിൽ കിടത്തിയിരിക്കുന്ന പ്രസവ വേദനയെടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനപ്പെടുന്ന ഒരു സ്ത്രീ, ഈ വേദനപ്പെടുന്ന സ്ത്രീ പ്രസവത്തിനാണ് മുൻതൂക്കം അതോ ഈ ഭർത്താവിന്റെ പരിപാടികൾ ചെയ്യാനാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ഒന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ പള്ളികളിലൊക്കെ ഇങ്ങനെ ഒരു പ്രസംഗിക്കാൻ പറ്റുമോ? പിന്നെ ആ അച്ഛന്മാരോ അല്ലെങ്കിൽ ആ പാസ്റ്റർമാരോ ആ ചർച്ചിൽ ഉണ്ടാവുമോ? അതാണ് മുഹമ്മദിന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. ഇത് തികച്ചും ഒരു ദൈവീകമായ മതമല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇന്ന് ഈ ചെറുപ്പക്കാരെല്ലാം അത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതാണ് പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുപ്പക്കാരെല്ലാം അത് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്ലാം വിട്ടുപോയി. പെൺകുട്ടികൾ പോലും എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുകയാണ് ഇസ്ലാമിനെ കുറിച്ച്. അവർക്ക് അറിയില്ല എത്ര സ്ത്രീകളുമായിട്ടാണ് മുഹമ്മദ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും ഒരു പെൺകുട്ടിയുടെ ഒരു സംശയങ്ങള് MM അക്ബറിനോട് ചോദിക്കുന്നത് കേൾപ്പിക്കാം. ഒരു വിശ്വാസി എന്ന നിലയില് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ മറുപടികളും സംശയ സാധൂകരണങ്ങളൊക്കെ തന്നെയും മതിയാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ്, പലരായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 10ഓളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകൻ, അതിൽ തന്നെ 6 വയസ്സുള്ള പെൺകുട്ടി അടക്കം ഉണ്ടായിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തടിസ്ഥാനത്തിലാണ് നാം ദൈവദൂതനായൊക്കെ പരിഗണിക്കുന്നത്? അതുപോലെ തന്നെ ശൈശവ വിവാഹങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായി കാണപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ എന്നുള്ളതാണ് വ്യക്തമായ മറുപടി. അപ്പോ ഇവിടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, ഇന്നത്തെ ചെറുപ്പക്കാര് തന്നെ ഇസ്ലാമിനെ ചോദ്യം ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് വാസ്തവത്തിൽ. ചെറുപ്പക്കാര് തന്നെ, അതും സ്ത്രീകളടക്കം ചോദ്യം ചെയ്തു തുടങ്ങി. മനസ്സിലായോ? ചോദ്യം ചെയ്തു തുടങ്ങി. എന്താണ്, ആരാണ് മുഹമ്മദ്? മുഹമ്മദ് എങ്ങനെയുള്ള വ്യക്തിയാണ്? അദ്ദേഹം ഒരു പ്രവാചകനാണോ? എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് നമുക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെടാനായിട്ട് കഴിയുന്നത്? എന്നീ കാര്യങ്ങളൊക്കെ തന്നെ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയതായ അറബികൾ മുഹമ്മദിന്റെ ജീവിതം, മുഹമ്മദിന്റെ ചിന്തകള്, തന്റെ ലൈംഗികമായ കാര്യങ്ങളൊക്കെയും ചെറുപ്പക്കാരായ വ്യക്തികൾ, ചെറുപ്പക്കാരായ പെൺകുട്ടികളടക്കം ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? നീ ഒരു പ്രവാചകനാണ്. നീ ഒരു പ്രവാചകനാണെങ്കിൽ അതിന്റെ തെളിവുതാ. അറബികളിൽ വലിയൊരു ഗ്രൂപ്പ് ആൾക്കാര് മുഹമ്മദിനെതിരായി, മുഹമ്മദിന്റെ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, അള്ളാഹു ഒരുവനാണ്, അതുകൊണ്ട് അള്ളാഹു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, അള്ളാഹുവിന്റെ വചനമാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയതായ അറബികള് മുഹമ്മദിന്റെ ലീലാവിലാസങ്ങളൊക്കെ കണ്ടു. ഏകദേശം 60-ലധികം സ്ത്രീകള്, അതിലെ 10-ലധികം സ്ത്രീകളെ ഡൈവോഴ്സ് ചെയ്ത കാര്യങ്ങള്, മുഹമ്മദിന്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ളതായ ബന്ധങ്ങള്, കൊച്ചു കുട്ടികളെ പോലും മുഹമ്മദിന്റെ മുമ്പിൽ കളിച്ച് ഓടി നടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ തന്നെ മുഹമ്മദിനെ നിയന്ത്രണം വിടും, കൊച്ചു കുട്ടികളെ പോലും. ഒരിക്കൽ റോട്ടിലൂടെ ഒരു പെണ്ണ് പോവുകയായിരുന്നു. അപ്പോഴേക്കിന് മുഹമ്മദിനെ നിയന്ത്രണം വിട്ടു. അവളെ കിട്ടിയില്ല. ഭാര്യയുടെ അടുത്തേക്ക് ഓടിപ്പോയി. സൈനബ തോൽപാത്രം കഴുകുകയായിരുന്നു എന്നാ പറയുന്നത്. അവിടുന്ന് പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് സഹാബികളോട് പറഞ്ഞു, സ്ത്രീ പിശാചിന്റെ രൂപത്തിൽ വരികയും പിശാചിന്റെ രൂപത്തിൽ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ത്രീ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ, ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ റോട്ടിലൂടെ ഒരു പെണ്ണ് പോകുന്നത് കണ്ടാ പോലും നിയന്ത്രണം വിട്ട് ഭാര്യയുടെ അടുത്തേക്ക് ഓടി പോകുന്ന പരിപാടി നടത്തുന്ന ഒരു വ്യക്തിയെ
അറബികൾക്ക് പോലും പ്രവാചകനായി അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല. മനസ്സിലായോ? അങ്ങനെ അവരെന്ത് ചെയ്തു? മുഹമ്മദിന്റെ പ്രവാചകത്തെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. നീ ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകൾ അറബികൾക്ക് സഹിക്കാനായിട്ട് പറ്റും. അറബികള് ആത്മാർത്ഥതയുള്ളവരായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളതായ പരിപാടി ചെയ്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമ്മള് പ്രവാചകനായി അംഗീകരിക്കുക? ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചപ്പോൾ ആണ് മുഹമ്മദിന് എന്ത് ചെയ്തത്? ആട്ടിപ്പറഞ്ഞു വിട്ടത്. മദീനയിലേക്ക് എത്തി. ഒരു കൊള്ളസംഘത്തെ രൂപീകാര വിഷയത്തിലേക്ക് പിന്നെ വരാം. ഖുർആൻ 6:109 തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തം വന്നു കിട്ടുന്ന പക്ഷം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന അള്ളാഹുവിന്റെ പേരിൽ തങ്ങളെ കൊണ്ടാവും ഇത് ഉറപ്പിച്ച് സത്യം ചെയ്തു പറയുന്നു. ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അധീനയിൽ മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് എന്തറിയാം? അത് വന്നു കിട്ടിയാൽ പോലും അവർ വിശ്വസിക്കുന്നതല്ല. ഒഴിഞ്ഞു മാറുകയാണ് മുഹമ്മദ്. നീ ഒരു പ്രവാചകനാണെന്ന് തെളിയിക്ക്. ഞങ്ങൾക്ക് വേണ്ടത് അതാണ്. നീ ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കുക. സൂറ 10:20 അവർ പറയുന്നു, അദ്ദേഹത്തിന് രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു തെളിവ് നേരിട്ട് ഇറക്കി കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? നബിയെ പറയുക, അദൃശ്യ ജ്ഞാനം അള്ളാഹുവിന് മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ കാത്തിരിക്കുക. അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് നിങ്ങളവിടെ കൂടെ ഞാനും കാത്തിരിക്കുന്നു. അപ്പൊ ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിക്കുവാൻ ഈ അള്ളാഹുവിനും സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. മൂന്നാമത്തത്, നബിയെ പരിഹസിച്ചുകൊണ്ട് സത്യനിഷേധികൾ പറയുന്നു, ഇവന്റെ രക്ഷിതാവിൽ നിന്ന് ഇവന്റെ മേൽ എന്താ ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത്? അപ്പൊ അള്ളാഹു പറയാ, നബിയെ നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. എല്ലാ ജനവിഭാഗത്തിനുമുണ്ട് ഒരു മാർഗദർശി. 13:7. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യാ? ഒരു അത്ഭുതം കാണിച്ച് തന്റെ പ്രവാചകനാണെന്ന് തെളിയിക്കല്ലേ വേണ്ടത്? ഇതൊന്നും ചെയ്യാതെ പറഞ്ഞ് നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. എല്ലാ വിഭാഗത്തിനും ഒരു മുന്നറിയിപ്പുകാരനുണ്ട്. പ്രവാചകത്വം തെളിയിക്കാനായിട്ട് അള്ളാഹു ചെയ്യുന്നില്ല. നാലാമത്തത്, ഒരു നിധി ഇറക്കപ്പെടുകയോ ഇയാളൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തത് എന്ത്? അവർ പറയുന്ന കാരണത്താൽ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശം നീ വിട്ടുകളയും, അതിന്റെ പേരിൽ നിനക്ക് മനപ്രയാസം ഉണ്ടാകുകയും ചെയ്തേക്കാം. എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. ഒരു അത്ഭുതം അങ്ങ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്തെല്ലാം സുഖം ഉണ്ടായിരുന്നു. 11:12. അപ്പൊ ഒഴിഞ്ഞു മാറുന്ന ഒരു അനുഭവം. ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിക്കുക. മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. മുഹമ്മദിന്റെ ജീവിതം മനസ്സിലാക്കിയാണ് ഇവനൊരു കള്ളപ്രവാചകനാണ്, ഒരു ദൈവിക പ്രവാചകനല്ല, ഒരു ദൈവിക വെളിപ്പാട് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അദ്ദേഹം ഒരു പ്രവാചകനല്ല എന്നെല്ലാം തന്നെ മനസ്സിലാക്കി പറഞ്ഞു. 5, അവിശ്വസിച്ചവർ പറയുന്നു, ഇവന്റെ മേൽ എന്തുകൊണ്ടാണ് ഇവന്റെ രക്ഷിതാവിൽ നിന്ന് വല്ലത് ദൃഷ്ടാന്തവും മറക്കപ്പെടാത്തത്? നബിയെ പറയുക, തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. അപ്പോ മുഹമ്മദിന്റെ പ്രവാചകത്വം ചോദ്യം ചെയ്യുന്നവരെ അള്ളാഹു എന്ത് ചെയ്യുന്നു? വഴികേടിലാക്കുക. സൂറ 13:27. പശ്ചാത്തലിച്ച് മടങ്ങിയവരെ അവൻ നയിക്കുകയും ചെയ്യും. അപ്പോ മുഹമ്മദിനെ കുറിച്ച് അത്ഭുതം ചോദിച്ചവരൊക്കെ അള്ളാഹു എന്ത് ചെയ്യുക? വഴികേടിലാക്കുന്നു എന്നവർ. തന്റെ പ്രവാചകനാണെന്ന് തെളിയിക്കാൻ ഒരു അത്ഭുതം അങ്ങ് ചെയ്താൽ പോരെ? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? വഴികേടിലാക്കേണ്ടേ മറ്റുള്ളവരെ വഴക്ക് പറയേണ്ടതായ ആവശ്യം ഒന്നും ഉദിക്കുന്നില്ല, ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. 6-ാമത്തെ വാക്യം, അപ്പോൾ അദ്ദേഹം പ്രവാചകൻ എന്തുകൊണ്ട് തങ്ങൾക്ക് തന്റെ രക്ഷിതാവിൽ നിന്നൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് തരുന്നില്ല? പൂർവ്വ വേദങ്ങളിൽ പ്രത്യക്ഷമായ തെളിവ് അവർക്ക് വന്നു കിട്ടിയില്ലേ? അപ്പൊ അവൻ പറയാ, അള്ളാഹു പറയാ, പഴയ നിയമത്തിലൊക്കെ അല്ലെങ്കിൽ മുൻ വേദങ്ങളിലൊക്കെ അത്ഭുതങ്ങളൊക്കെ ചെയ്തില്ലേ? എത്ര അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ? അതങ്ങ് വിശ്വസിച്ച പോരെ? തെളിവ് അവിടെ വന്നിട്ടുണ്ടല്ലോ.
പിന്നെന്തിനാ ഇപ്പൊ മുഹമ്മദിന്റെ ഒരു അത്ഭുതം ചെയ്തിട്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടോ? മുൻ വേദങ്ങള് ദൈവവചനമാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അക്കമിട്ടുകൊണ്ട് അള്ളാഹു പറയാം. പൂർവ്വ വേദങ്ങളിൽ പ്രത്യക്ഷമായ തെളിവ് അവർക്ക് വന്നു കിട്ടിയില്ലേ? പൂർവ്വ വേദങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ ചെയ്തില്ലേ? മരിച്ചവരെ ഉയർത്തിയില്ലേ? രോഗികൾക്ക് സൗഖ്യം കൊടുത്തില്ലേ? പാപം മോചിച്ചു കൊടുത്തില്ലേ? ഇതെല്ലാം അത്ഭുതങ്ങളിലൂടെയാണ് വന്നത് എന്ന് അള്ളാഹു എന്ത് ചെയ്യാ? അംഗീകരിക്കുക. പക്ഷെ അള്ളാഹുവിന് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇതൊന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കാൻ അള്ളാഹു വിചാരിച്ച കാര്യം നടക്കണം. 7. എന്നാൽ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ മുഹമ്മദ് നബിക്ക് മുഖേന അവർ പറയുകയാണ്, മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഇവന് നൽകപ്പെടാത്തത് എന്തുകൊണ്ട്? അറബികൾ ചോദ്യം ചെയ്തു, മോശ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചില്ലേ മുൻ വേദങ്ങളിലെ? എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് ഒരു അത്ഭുതം പ്രവർത്തിക്കാത്ത? അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ മോശ പോലും പ്രവാചകനല്ലേ? മോശ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചില്ലേ? 28-48 സൂറ. എന്തുകൊണ്ടാ മുഹമ്മദ് അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കാത്തത്? ഈ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ മുമ്പ് മോശക്ക് നൽകപ്പെട്ടതിൽ അവർ വിശ്വസിക്കുകയുണ്ടായില്ലേ? അവര് പറഞ്ഞു, പരസ്പരം പിന്തുണ നൽകി 2 ജാലവിദ്യകളാണവ, ഞങ്ങൾ ഇതൊക്കെ അവിശ്വസിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞു എന്നൊക്കെ അങ്ങ് പറയാ. പക്ഷേ മോശ ചെയ്തതുപോലെ അത്ഭുതം കാണിച്ച്, നമുക്കറിയാലോ, മോശ ദൈവത്തോട് നേരിട്ട് സംസാരിച്ചു. ഞാനൊരു പ്രവാചകനാണ് പറഞ്ഞാൽ അവര് വിശ്വസിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രവാചകത്വം തെളിയിക്കാനുള്ള വഴികളെ അവിടുന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ പ്രവാചകത്വം ചോദ്യം ചെയ്യാത്ത രീതിയിൽ അത്ഭുതം ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളതായ പ്രത്യേക വരങ്ങള് ദൈവം നൽകിക്കൊണ്ടാണ് മോശയെ പ്രവാചകനാക്കി അയച്ചത്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മോശ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു. തന്റെ പ്രവാചകത്തെ അവിടെ തെളിയിച്ചു. താനൊരു പ്രവാചകനാണ്, അയക്കപ്പെട്ടവനാണ് എന്നൊക്കെ തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 8. അവര് പറഞ്ഞു, ഈ ദൂതൻ എന്താണ് ഇങ്ങനെ? ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നല്ലോ. ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്ക വണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല? മലക്ക് വരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദ് പറയുന്നു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇവര് പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല, ആരും കണ്ടിട്ടുമില്ല. ഇറാഖോയിൽ പ്രത്യക്ഷപ്പെട്ട ജിബ്രീൽ എന്ന മലക്കാണെന്ന് മുസ്ലിങ്ങൾ പറയുന്നു. പക്ഷെ ജിബ്രീൽ അവിടെ വന്നതായ മലക്ക് ഒരിക്കലും പറഞ്ഞില്ല ഞാനൊരു മലക്കാണ്, അള്ളാഹുവിന്റെ അടുത്ത് വന്നതാണ്, അള്ളാഹു എന്നെ പറഞ്ഞു വിട്ടതാണ്, താങ്കൾ ഒരു പ്രവാചകനാക്കി തീർക്കാനായിട്ട് അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊന്നും ഈ വന്ന ശക്തി പറഞ്ഞില്ല. പേര് പറഞ്ഞില്ല, പരിചയപ്പെടുത്തിയില്ല. ഒരു സുബോധമില്ലാത്ത രീതിയിൽ ഒരു ശക്തി വന്നു എന്നാണ് അവിടെ നമ്മളെ ഖുർആനോ ഹദീസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. വരുന്നു, വായിക്കാൻ പറയുന്നു, വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞെക്കുന്നു, 3 പ്രാവശ്യം വായിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ വന്ന ശക്തി പരാജയപ്പെടുന്നു. ലാസ്റ്റ് ഗതികെട്ട് വന്ന ശക്തി വായിപ്പിച്ചു കൊടുക്കുന്നു. മുഹമ്മദ് ഓടുന്നു, മുഹമ്മദിന് പനി പിടിക്കുന്നു, മുഹമ്മദിന് മാനസിക രോഗിയാകുന്നു. മുഹമ്മദ് പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ മലയിൽ കയറി ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. മനസ്സിലായോ? ഇതാണ് അവസ്ഥ. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ പ്രവാചകനാക്കാൻ പറ്റുന്നത്? അടുത്ത പറയാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഒരു നിധി ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ ഇയാൾക്ക് കായ്ക്കനികൾ എടുത്തു തിന്നാൻ ഭാഗത്തിൽ ഒരു തോട്ടമുണ്ടാകും, ഞങ്ങൾക്കൊന്നും വേണ്ട, പക്ഷെ നിനക്ക് തന്നെ എന്തുകൊണ്ടാ ഇല്ലാത്തത്? എന്നൊക്കെയാണ് മുഹമ്മദിനെ കുറിച്ച് പറയുന്നത്. ഇനി സൂറ 25-4-5 സത്യനിഷേധികൾ പറഞ്ഞത് ഖുർആൻ അവൻ കെട്ടിച്ചമച്ച നുണക്കഥയാണ്. നോക്കണം,
അന്നത്തെ അറബികൾ തന്നെ പറഞ്ഞിരുന്നു ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയത്, അല്ലാതെ അള്ളാഹ് ഇറക്കി കൊടുത്തു എന്നല്ല. ഇത് ഇറക്കി കൊടുത്തു എന്നല്ല, കെട്ടിച്ചമച്ച ഒരു നുണക്കഥയാണ്. വേറെ ചില ആളുകൾ അവനെ അതിനെ സഹായിച്ചിട്ടുമുണ്ട്. എന്നാ അന്യായത്തിനും വ്യാജത്തിനും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത്. ഇത് പൂർവികരുടെ കെട്ടുകഥകൾ മാത്രം. അപ്പൊ പൂർവികരിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഇത് എന്നാണ് അറബികൾ പറഞ്ഞത്. ഇത് ദൈവീകമായൊന്നുമല്ല, ഇത് കോപ്പി അടിച്ച ഒരു ഗ്രന്ഥം മാത്രമാണ്. സൂറ 25:4-5. അടുത്തത്, എന്തുകൊണ്ടാണ് താൻ ദൃഷ്ടാന്തം അയക്കാത്തതെന്ന് അല്ലാഹു പറയാ, മലക്ക് പറയാ. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായത് എന്താ? പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയെന്ന്. മുൻജാമ്യം, മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അള്ളാഹ്ക്ക് ഒരു അത്ഭുതം ചെയ്ത്, ഒരു അടയാളം ചെയ്ത്, തന്റെ ഞാൻ അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് തെളിയിക്കുന്നതിന് പകരം ഒരു അത്ഭുതങ്ങൾ ചെയ്യാനോ അടയാളങ്ങൾ ചെയ്തുകൊണ്ട് തന്റെ പ്രവാചകത്തെ തെളിയിക്കാനായിട്ടൊന്നും കഴിയാത്ത നിർഗുണനായ, കഴിവില്ലാത്തവനായ ഒരു അള്ളാഹു. ദൃഷ്ടാന്തം അയക്കാൻ അള്ളാഹുവിന് തടസ്സം എന്താണ്? ആരും വിശ്വസിക്കുന്നില്ല. അതെന്തിനാ അള്ളാഹു നോക്കുന്നത്? പ്രവാചകനാണോ എന്ന് പറഞ്ഞ് അവര് അടയാളങ്ങൾ ചോദിക്കുമ്പോൾ അവരെ വഴികേടിലാക്കുകയും അവരെ വഴക്ക് പറയുകയും ചെയ്യല്ലോ ചെയ്യേണ്ടത്. ഇപ്പൊ ഏതൊരു കാര്യത്തിലും ആർക്കും സംശയം ഉണ്ടാവും. അതെല്ലാവരെയും മനുഷ്യനാവുമ്പോ മനുഷ്യന്റേതായ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോ ഓരോ മനുഷ്യനും സംശയങ്ങൾ ഉണ്ടാവും, സാധാരണയാണത്. ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു പള്ളിയിൽ പ്രസംഗിക്കാനായിട്ട്, അത് കഴിഞ്ഞപ്പോ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ കുറെ ആൾക്കാർ എന്റെ ചുറ്റും കൂടി വന്നിട്ട് ചോദിച്ചു, ഇന്ന കാര്യങ്ങൾ എന്നോ വിശദീകരിച്ചു തരാമോ? അപ്പൊ സംശയം ഉണ്ടായിരുന്നു. പ്രസംഗിക്കുമ്പോ ആ കേട്ട പ്രസംഗത്തിൽ അവർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയപ്പോൾ വീണ്ടും അവര് ആ സംശയം ദൂരീകരിക്കേണ്ടതിനായിട്ട് വരികയാണ്. അപ്പൊ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കേണ്ടത് നമ്മളെ കടമയല്ലേ? ഇന്ന കാര്യമാണ്, ഇന്നതാണ്, ഇന്ന രീതിയിലാണെന്ന്. അപ്പൊ ഇവരെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് പോലും അള്ളാഹുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. നിവർത്തില്ല. അള്ളാഹു പറഞ്ഞു, തമൂദ് സമുദായത്തിന് പ്രത്യക്ഷമായ ഒരു ദൃഷ്ടാന്തമാക്കിക്കൊണ്ടൊരു ഒട്ടകത്തെ നൽകുണ്ടായി. ഒരു ഒട്ടകത്തെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് തന്നെ അത്ഭുതങ്ങൾ. എന്നിട്ട് അവർ അതിന്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിച്ചു. ഭയപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ദൃഷ്ടാന്തങ്ങളെ. അപ്പോ ഭയപ്പെടുത്തുക, അല്ലാതെ ഒരു മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല. ഒരു ദൃഷ്ടാന്തം ദൈവം തമ്പുരാൻ പലയിടങ്ങളിൽ അത്ഭുതം ചെയ്തതായിട്ട് നമുക്കറിയാം. എന്നും ഞാൻ പറയുന്നത് പോലെ 38 വർഷക്കാലം കുളക്കടയിൽ കിടന്ന് തളർവാദ രോഗിയായ 38 വർഷം കിടന്ന ഒരു മനുഷ്യനോട് ചെന്നിട്ട് ചോദിക്കുകയാണ് കർത്താവായി, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവനെ അവിടെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞയച്ചു, പറഞ്ഞു വിട്ടു. അവനോട് പറഞ്ഞു, കിടക്കെടുത്ത് 38 വർഷക്കാലം കുളക്കടയിൽ കിടക്കുകയാണ് ആ മനുഷ്യൻ. ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുക കിടക്കെടുത്തുകൊണ്ട് നടക്കാൻ. ഇവൻ ചെയ്തു, കിടക്കെടുത്തുകൊണ്ട് നടന്നു. പിന്നീട് ദേവാലയത്തിൽ വെച്ച് ഇവനെ കണ്ടിട്ട് പറഞ്ഞു, കർത്താവ് പറയാണ്, നീ കൂടുതലൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് പാപം ചെയ്യരുത് കേട്ടോ. അപ്പൊ പാപമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് കർത്താവ് മനസ്സിലാക്കി അവന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുക. പാപത്തിന് പരിഹാരം നൽകിയോടുകൂടെ അവന്റെ രോഗത്തിന് പരിഹാരമായി. മനസ്സിലായോ? മരിച്ചവരെ ഉയർത്തി, രോഗികൾക്ക് സൗഖ്യം നൽകി. പലവിധമായ രോഗികള്, കാഴ്ചയില്ലാത്തവർക്ക്, ജന്മനാ കുരുടരായ മനുഷ്യന് കാഴ്ച കൊടുത്തു, ജന്മനാ കേൾവിയില്ലാത്തവർക്ക് കേൾവി കൊടുത്തു. അങ്ങനെ പലവിധ രോഗികളെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കി മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ടാണ് താൻ അവിടെ എന്ത് ചെയ്തത് 3.5 വർഷക്കാലം സുവിശേഷം പ്രസംഗിച്ചത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇവിടെ നമ്മൾ എന്താണ് വായിക്കുന്നത്? ഒരു ദൃഷ്ടാന്തം അയക്കാനായിട്ട് പറഞ്ഞപ്പോ എന്ത് കൊടുത്തു? ഒരു ഒട്ടകത്തെ കൊടുത്തു. 17:59 പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്ന കാരണത്താലാണ്
അള്ളാഹു മുഹമ്മദിന് ദൃഷ്ടാന്തമൊന്നും നൽകാതിരുന്നതെന്ന് മലക്ക് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നോക്കുക. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അവകാശപ്പെടുകയും പ്രവാചകത്വത്തിനുള്ള തെളിവ് ജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന ഒരു അള്ളാഹുവിനെയാണ് നമ്മൾ ഖുർആനിൽ ആദ്യോടന്തം കാണുന്നത്. ഇതൊരു തുടർക്കഥയായിട്ട് എങ്ങനെ മാറിയപ്പോൾ ഇവര് പറഞ്ഞു മുഹമ്മദിന് മാരണം വാദിച്ചിട്ടുണ്ട്. ജനങ്ങൾ പറഞ്ഞതാ. കാരണം ശരിയായിരുന്നു. തന്റെ ഭാര്യ ആയിഷ തന്നെ പറഞ്ഞു മുഹമ്മദിന് മാരണം ബാധിച്ചു, ചെയ്യാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളെ ചെയ്യാനും പറയാനും തുടങ്ങി എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാരണം ബാധിച്ചതായ ഒരു വ്യക്തിയാണ് മുഹമ്മദ്. അപ്പോ മാരണം ബാധിക്കപ്പെട്ടവനാണെന്ന് അറബികൾ പറഞ്ഞ് തെറ്റല്ലല്ലോ. കാരണം തന്റെ ഭാര്യ പോലും ഹദീസിൽ മുഹമ്മദിന് മാരണം ബാധിക്കുകയും ഒരു മാരണം ബാധിച്ച സുബോധം നഷ്ടപ്പെട്ട എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടതെന്ന് അറിയാത്തതായ ഒരു വ്യക്തിയാണ് മുഹമ്മദ് എന്ന് അറബികൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. മുഹമ്മദ് കാണുന്ന പനകളൊക്കെ സാത്താന്റെ തല പോലെ തോന്നി 6 മാസത്തോളം മുഹമ്മദ് മാരണം ബാധിച്ച് രോഗിയായി കിടന്നതായിട്ട് അറബികൾ പറയുന്നുണ്ട്. ഒരു ഭാഗത്തല്ല, 2 ഭാഗത്തല്ല, പല ഭാഗങ്ങളിലും നമ്മളത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ബുഖാരി 59, 1345, 1305 എന്നീ ഭാഗങ്ങളിലെല്ലാം മുഹമ്മദിനെ പിശാച് ബാധിച്ചതായ കാര്യങ്ങളെ എടുത്തു പറയുന്നുണ്ട്. മാരണം സിഹർ. ആരാണ് സിഹർ ചെയ്തത്? ലബീദ് ബിനുൽ അഹ്സാമ, ഒരു ജൂതൻ. എന്താണ് ഈ പിശാച് ബാധത്തിനായോ? ചീപ്പും മുടിയും ഈന്തപ്പനയുടെ ആങ്കുലയുടെ കൂമ്പാരവുമാണ്. ദർവാൻ കിണറ്റിലാണ് അത് ഇട്ടത്. അവിടത്തെ ഈന്തപ്പനകളെല്ലാം സാത്താന്റെ തല പോലെയുണ്ട് എന്ന് സഹീഹുൽ ബുഖാരി 59 അധ്യായം 1345 വാക്യത്തിലും 1305 വാക്യത്തിലും വളരെ വ്യക്തമായി മുഹമ്മദിന് പിശാചബാധിത ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അല്ല, ആയിഷ നിവേദനം, ബനി സുറൈക്കിലെ ജൂതന്മാരിൽപ്പെട്ട ലബീദ് ബിൻ ഉസാമ എന്ന് പറയുന്ന ഒരു ജൂതൻ നബിക്ക് സിഹർ ചെയ്തു. ആയിഷ പറയുന്നു, അങ്ങനെ നബി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായി തോന്നാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു പിന്നീട് പറഞ്ഞു, ആയിഷ, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ച കാര്യം അള്ളാഹു എനിക്ക് നൽകി, നീ അറിഞ്ഞോ? 2 ആൾ എന്റെ അരികെ വന്നു. ഒരാൾ എന്റെ തലയുടെ അടുത്തും മറ്റൊരാൾ എന്റെ 2 കാലുകൾക്കിടയിലും ഇരുന്നു. തലയുടെ അടുത്തുള്ള ആള് എന്റെ 2 കാലുകളുടെ അടുത്തുള്ള ആളോട് ചോദിച്ചു, ഈ മനുഷ്യനിലെ രോഗം എന്താണ്? അയാൾ പറഞ്ഞു, ഇയാൾക്ക് സിഹർ ബാധിച്ചിരിക്കുകയാണെങ്കിൽ പിശാച് ബാധിച്ചാണ്. ആരാണ് പിശാച് ചെയ്തത്? അദ്ദേഹം ചോദിച്ചു. ലദീബിനു അഹ്സാമ പറഞ്ഞു, ഇയാൾക്ക് സിഹർ ബാധിച്ചിരിക്കുക. ആരാ മാരണം ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു. ലദീബിനു അഹ്സാമ ആള് പറഞ്ഞു. ഇദ്ദേഹം വീണ്ടും ചോദിച്ചു, സിഹറിന് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? മറ്റേയാള് പറഞ്ഞു, ചീപ്പും മുടിയുമാ, അതുപോലെ ഈന്തപ്പനയുടെ ആൺപുള്ളിയുടെ കൂമ്പാരവുമാണ്. അടുത്തത് എവിടെയാണ് അതെന്ന് 1ാമത്തെ ആള് ചോദിച്ചു. അത് ദാർവാൻ കിണറ്റിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നബി തന്റെ സ്വഹാബിമാരിൽ ഒരു കൂട്ടം ആളുകളോടൊപ്പം അങ്ങോട്ട് ചെന്നു. പിന്നീട് നബി ആയിഷയോട് പറഞ്ഞു, ആയിഷ, അതിലെ വെള്ളം മൈലാഞ്ചി ചീഞ്ഞൊലിഞ്ഞ വെള്ളം പോലെയും അവിടുത്തെ ഈന്തപ്പന സാത്താന്മാരുടെ തല പോലെയും ഇരിക്കുകയാണ്. ആയിഷ ചോദി, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് കത്തിച്ചു കളഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞില്ല, എനിക്ക് അള്ളാഹു സുഖപ്പെടുത്തിയിട്ടുണ്ട്.